ഹലോ ഫ്രണ്ട്സ്, തിങ്കിൾ ടിപ്സിൻ്റെ തിങ്കിൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മഴയാണ്. മഴയുടെ ഒരു രൗദ്രഭാവമാണ് നമ്മളീ കാണുന്നത്. തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. നമുക്ക് നമ്മുടെ വീഡിയോസിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഞാൻ ഈ മഴയുടെ വെള്ളം കയറി തോട് നിറഞ്ഞൊഴുകുന്നത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചതാണ്. നമുക്ക് സെയിലിനായിട്ടുള്ള കുറച്ചേറെ ഫ്ലവർ അവൈലബിൾ ആണ്. സൈസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോസിൽ കാണുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ കൊറിയർ എന്ന് പറയുന്നത് DTDCയും പ്രൊഫഷണൽ കൊറിയറും പോസ്റ്റ് ഓഫീസ് സ്പീഡ് പോസ്റ്റുമാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്, ചെന്നൈ, ബാംഗ്ലൂർ ഇവിടെ എല്ലാം നമ്മുടെ പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക. ഇത് നമ്മുടെ റെഡ് ലിസ്റ്റിക്കിൻ്റെ പിങ്ക് ആണ്. പിങ്ക് കളറ് വളരെ റെയറായിട്ടുള്ള ഒരു പ്ലാന്റാണ് പിങ്ക്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. റെഡ് ലിസ്റ്റിക്കിനെ പോണക്ക് തന്നെ പിങ്ക് കളർ ആണിത്. റെഡ് ലിസ്റ്റിക് ആകുമ്പോൾ നിറയെ പെട്ടെന്ന് തൈകളാകുന്നതാണല്ലോ. ഇതും തൈകൾ പെട്ടെന്നാകുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക. ഇനി നമുക്ക് സ്നേക്ക് പ്ലാന്റ് കാണാം. ഈ പ്ലാന്റ് നല്ല താമര പോലെ പൂ പോലെ വിരിയുന്ന നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ പ്ലാന്റാണ്. ഗ്രീൻ കളറ്. ഇത് നമുക്ക് ഒരു 50 തൈയോളം അവൈലബിൾ ആണ്. നല്ല ഭംഗിയാണ്. ഇൻഡോറാണ്. നമുക്ക് ഇതിൻ്റെ ഗ്രീൻ കളറ് നീളമുള്ള ലീഫിൻ്റെ ഉണ്ട്, നാരോ ലീഫിൻ്റെ ഉണ്ട്, യെല്ലോ കളറും ഉണ്ട്. ഈ ഹെലിക്കോണിയ എന്ന് പറയുന്നത് പോട്ടിൽ സെറ്റ് ചെയ്ത് നമുക്ക് സിറ്റ് ഔട്ടിലും ഒക്കെ വെക്കാവുന്ന നല്ല അടിപൊളി ഹെലിക്കോണിയാണ്. ഓറഞ്ച് കളർ വന്നിട്ടൊരു പിങ്ക് കളർ ഷെയ്ഡ് കൂടി വരുന്ന ഒരു ഹെലിക്കോണിയാണ്. പോട്ടിൽ കണ്ടില്ലേ നിറഞ്ഞു നിൽക്കുന്നത്. കുള്ളൻ ടൈപ്പാണ്. വലിയ ഹൈറ്റൊന്നും വരികയില്ല. ഇതിൻ്റെ ഒരു തൈയാണ് ഞാൻ നിങ്ങൾക്ക് 35 രൂപയ്ക്ക്, അതായത് 35 റുപ്പീസിന് തരുന്നത്. കണ്ടില്ലേ ഇപ്പോൾ തന്നെ പോട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ പ്ലാന്റിനും ഫ്ലവർ വരുന്ന സൈസാണ്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് ഹെലിക്കോണിയ. ഇതെല്ലാം ഞാൻ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. പോട്ടിലാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വേറൊരു വെറൈറ്റി കാണിക്കാം. നേരത്തെ തൊട്ടേ ഞാൻ പറയാണ്ട് ലീഫിന് ഒരു റെഡ് കളർ വരുന്നത്. ഇതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്ലവർ ഇടാറായി. ഇതേപോലെ ഒരടി പൊക്കം മാത്രമേ വരികയുള്ളൂ. നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട്. നല്ല നീളമുള്ള ലെയറായിട്ടുള്ള ഫ്ലവറാണ്. ദാണ്ടി കാണുന്നതാണ്. ഞാൻ ഈ ഫ്ലവറിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, അതാണ് ഫ്ലവർ. ലീഫും നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് പോട്ടിൽ വെക്കാവുന്ന പ്ലാന്റാണ്. ഇത് തറയിലെല്ലാം നടന്ന പോട്ടിൽ വെക്കാവുന്ന സൈസ് ഹെലിക്കോണിയാണ്. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കെല്ലാം വളരെ ഭംഗിയാക്കി. ഇത് നല്ല ഹെൽത്തിയുമാണ്. നല്ല ഒരു തൈയാണ് നമ്മൾ തരുന്നത്. ഒരു ഷൂട്ടിനാണ് 100 റുപ്പീസ്. നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ്. ഇനി നമുക്ക് ഈ പോത്തോസ് വെറൈറ്റീസ് കാണാം. പോത്തോസ് വെറൈറ്റീസ് ഒരുപാടുണ്ട്. ഇത് സിൽവർ സ്ട്രീക്കിൻ്റെ പോത്തോസാണ്. നല്ല ഭംഗിയുള്ള ഇതേ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതേപോലെ ഒരു തൈ മതി. നമുക്ക് ട്യൂബിലോ പൈപ്പിലോ സ്റ്റിക്കിലോ നല്ല റോളായിട്ട് കയറൊക്കെ ചുറ്റി നല്ല ഭംഗിയാക്കി ഇത് നിറച്ച് നിർത്താവുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പോട്ടിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാവുന്ന സിൽവർ സ്ട്രീക്ക് പോത്തോസിൻ്റെ പ്ലാന്റാണ്. ഇതാണ് സെയിം സൈസ് വരുന്നത്. നല്ല റൂട്ടുള്ള പ്ലാന്റ്സാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇത് ബിഗോണിയാണ്. ഈ ബിഗോണിയയുടെ പിങ്ക് കളറ് ഫ്ലവർ വരുന്ന നോർമൽ ടൈപ്പാണ്. നാടൻ ബിഗോണിയാണ്. ഒരടി പൊക്കമുള്ള തൈയാണിത്. ഞാനിത് സൈഡ് ചരിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കുക. ലീഫൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന നാടൻ വെറൈറ്റിയാണ്. കണ്ടോ, ഇതുപോലെ ഒരടി പൊക്കമുള്ള, ഒരടി കൂടുതൽ പൊക്കമുണ്ട്, ഫ്ലവർ ഇട്ട തൈയാണ്. ലൈറ്റ് പിങ്കാണ്. പ്യുവർ പിങ്ക് അല്ല, ലൈറ്റ് പിങ്ക്. ഇതാണ് സൈസ് വരുന്നത്. ഇനി നമുക്ക് അഗ്ലോണിമയുടെ ഇനിയും നമുക്ക് തൈകൾ അവൈലബിളാണ്. ഇതേലെ നല്ല ഹെൽത്തി ആയിട്ടും റൂട്ടുള്ള നല്ല പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർ ഒന്നും തന്നെയും DTDC ആകുമെന്നും പറഞ്ഞ് വിഷമിക്കേണ്ടതില്ല. DTDC ചാർജിന് ഞാൻ നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സ് വെക്കുന്നുണ്ട്.
ചിലപ്പോൾ ഒരു തൈ തന്നെ 2 എണ്ണം വെക്കാറുണ്ട്. ഫ്രീ പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് DTDC ആകില്ലല്ലോ. ഇതൊരു കലാത്തിയാണ്. വയലറ്റ് ഷെയ്ഡ് വരുന്ന, ലീഫിനടിയിൽ വയലറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കലാത്തിയാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ്. നമുക്ക് പോട്ട് നിറഞ്ഞ് കിട്ടുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് സൈസ്. അതുപോലെ ഇത് അശോകത്തെറ്റിയില്ലേ, അശോകപ്പൂ എന്നൊക്കെ പറയാറുള്ള അതിൻ്റെ തൈയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ്. അശോകത്തിൻ്റെ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമ്മുടെ ബോർഡർ ചീരയാണ്. റെഡ് കളർ വരുന്ന, നമ്മൾക്ക് ഭംഗിയായിട്ട് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെട്ടിവിടാവുന്നതാണ്. ഒരു തൈ മതി. ഒരുപാട് നമുക്ക് കട്ട് ചെയ്ത് ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ച് കുറേ ബോർഡർ പ്ലാന്റാക്കി മാറ്റാവുന്നതാണ്. ഇതാണ് സൈസ് വരുന്നത്. ഇത് നമ്മുടെ കലാത്തിയാണ്. നോർമൽ ടൈപ്പാണ്. ഇതേലെ ഒരു തൈയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഒരു തൈ മതി. പോട്ട് നിറഞ്ഞ് നല്ല ഹൈറ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ചെടികളാണ് എല്ലാം തന്നെ. അരേലിയ ആയാലും എല്ലാം. ഈ അരേലിയയുടെ നമുക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ വെട്ടിയിടാവുന്ന ഒരു അരേലിയ പ്ലാന്റാണ്. ഇതിന് 20 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിൽ 2 തൈയൊക്കെ ഉണ്ട്. നമ്മുടെ പൂച്ചവാലിൻ്റെ ഹൈബ്രിഡ് തൈൻ്റെയാണ്. നല്ല നീളമുള്ള നല്ല ലെങ്ത് വരുന്ന ഒരു ഫ്ലവറാണ് ഇതിനകത്ത്. ഇതിപ്പം ചെറിയൊരു ഫ്ലവർ ഇട്ട് നിൽക്കുകയാണ്. നല്ല ഹൈബ്രിഡ് വെറൈറ്റിയുടെയാണ്. നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഡ്രസീന പ്ലാന്റിൻ്റെ പിങ്ക് നാരോ ലീഫിൻ്റെ നമുക്കിനി 5 തൈകൾ കൂടി അവൈലബിളാണ്. ബാക്കിയെല്ലാം തീർന്നു. ഇനി 5 തൈകൾ കൂടിയുണ്ട്. ഇതേലെ ഹൈറ്റുള്ള തൈകളാണ് എല്ലാം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ കുറേ വെറൈറ്റി പ്ലാന്റ്സ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ വീഡിയോസുമായി വരും. ഇത് നമ്മുടെ എലിഫൻ്റ് ഇയർ ആന്തൂറിയാണ്. ഈ ആന്തൂറിയം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലീഫി ആന്തൂറിയം എന്ന് പറയുന്ന ആന്തൂറിയത്തിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വലിയ തൈകളാണ് എല്ലാം. ഇത് ഒന്നുകൂടി വലിയ വലിപ്പം വരുന്ന ചെടിയാണ്. ഇതിപ്പോൾ മീഡിയം സൈസാണ്. വലിയ ലീഫ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറുമാണ് ഇതിൽ. ഈ ആന്തൂറിയത്തിൻ്റെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് നമ്മുടെ ചെണ്ട് റോസ എന്നൊക്കെ, പഴയ കാലത്തുള്ള ചെണ്ട് റോസ എന്നൊക്കെ പറയുന്ന ചെടിയാണ്. അതിൻ്റെ ഫ്ലവറാണ് ഞാൻ ഈ സൈഡിലിട്ടിരിക്കുന്നത്. അതിൻ്റെ തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണല്ല. ഇത് പോട്ടിൽ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഭംഗി. പോട്ടിലാകുമ്പോൾ ഒരുപാട് തൈകളൊന്നും വരികയില്ല. നിറഞ്ഞു നിന്ന് പൂക്കളുണ്ടാവുകയും ചെയ്യും. ഈ പിങ്ക് കളറും ഗ്രീൻ കളറും കൂടെ ചേരുന്ന കോളീസിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. എത്ര തൈകൾ വേണേലും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.